Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാലും ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഐസ്ക്രീം ആട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് കൊടുത്തേക്കുന്ന കളർ ഈ പിങ്ക് കളർ കൊടുത്തേക്കുന്ന ഫുഡ് കളർ ഒന്നുമല്ല. നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് വെച്ചിട്ടാണ് ഞാൻ ആ പിങ്ക് കളറും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാല്, ഇത് ഫുൾ ഫാറ്റിന്റെ പാലാട്ടോ. 150 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ്, വാനില എസൻസ്, പഞ്ചസാര ആവശ്യത്തിന്. ആദ്യമേ നമുക്ക് ഈ പാലിൻ്റെ അകത്തുനിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയെടുക്കണം. ഞാനിതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ഗോതമ്പ് പൊടി ഈ പാലിലേക്ക് ഒഴിക്കരുത്, ഫുള്ളായിട്ട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. കലക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ പാലിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് പാലെടുത്തിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്താൽ മതി. എന്നാലും നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ടയൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കും. ഇത് കണക്കെ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാല് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാൻ കേട്ടോ. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ജ്യൂസും കൂടി ഒന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഫുള്ളായിട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂ ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് മുകളിലോട്ട് പൊങ്ങി വരും. ഗോതമ്പ് പൊടി ചേർത്ത പാല് നമ്മളിത് തിളച്ചതിന് ശേഷം ഒഴിച്ച് വെച്ചാൽ മതി. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാലിൽ ഇപ്പോൾ നല്ല ആ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തപ്പോഴത്തേക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. അതുപോലെ ബീട്രൂട്ടും ചേർത്തിട്ടുണ്ടല്ലോ, ബീട്രൂട്ടിനും ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാല് തിളച്ചു തുടങ്ങി. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ പാല് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കേട്ടോ. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മുകളിലോട്ട് ഇത് പൊങ്ങി വരും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ തീ കുറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ പാല് മുകളിലോട്ട് പൊങ്ങി വരത്തില്ലേ, അപ്പോൾ അത് തിളച്ചൊഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ 5 മിനിറ്റ് നേരത്തേക്ക് ഇളക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ പാലിൻ്റെ അകത്ത്, അത് ഇതിലേക്ക് ചേർക്കാം. അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊരു തിക്കാകും, അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് ആകും അത് പെട്ടെന്ന് തന്നെ. നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ കളറും കൂടി ചേർത്തപ്പോഴത്തേക്ക് കാണാനൊരു നല്ല ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ കട്ടയായി പോകും കേട്ടോ. അപ്പോൾ തിക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ലപോലെ തിക്കാവണത്. നമുക്ക് ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ നമുക്കറിയാമല്ലോ, നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ടെക്സ്ചർ അറിയാമല്ലോ, അതുപോലെ ഇതായിട്ട് വരണം. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇളക്കാൻ നല്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് വെച്ചിട്ട് തന്നെ ഇളക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കൈ എടുക്കാൻ പാടില്ല കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് തിളച്ചൊഴുകും.
നമ്മളിത് ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ ഇത് ഉടനെ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ചെറുതീയിൽ ഇളക്കണം. നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, നന്നായിട്ട് വെന്ത് വരണം. അതിലെന്നുണ്ടെങ്കിൽ ഒരു പച്ച ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വാനില എസൻസ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. എന്തെങ്കിലും സ്ട്രോബെറിയോ അല്ലെങ്കിൽ പൈനാപ്പിളോ വാനിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എസൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. ഏലക്ക ആക്കിയാലും നമുക്ക് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ആറിന് ശേഷം ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ചൂടേ ഉള്ളൂ. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണേണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇത് മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ചൂടോട് കൂടി അടിക്കരുത് കേട്ടോ. ഒന്ന് ചെറിയ ചൂടേ പാടുള്ളൂ. അതിൽ നല്ല ചൂടോട് കൂടി അടിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ തെറിക്കും. അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇത്. ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റണേണ്. ഇനി ഇത് ഒന്ന് അടച്ചിട്ട് ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിലേക്ക് മാറ്റുമ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം ഫ്രീസറിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുവാണ്. 3 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഇത് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ ആകുന്നത്. അപ്പോൾ ഞാനിത് ഇതിപ്പം ഇതിൻ്റെ ചൂട് ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റണം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇനി ഒന്നും കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതൊരു ഫ്ലഫി ആവത്തുള്ളൂ. അപ്പോൾ 3 മണിക്കൂറായപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജാറിലേക്ക് വീണ്ടും മാറ്റണേണ്. അപ്പോൾ മോൾ വശമൊക്കെ മാത്രമേ സെറ്റായിട്ടുള്ളൂ, അടിയിൽ സെറ്റായിട്ടില്ല. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ വേണം അടിക്കാനായിട്ട്. വീണ്ടും അത് ഒന്ന് മെൽറ്റായിട്ടുണ്ട്. മിക്സിയിട്ട് അടിക്കുമ്പോൾ ഒന്നും കൂടി അത് വെള്ളം പോലെ ആവും കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മോൾ വശം എന്തെങ്കിലും ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ഉപയോഗിച്ചിട്ടോ ഒന്ന് പൊതിയുക. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർ ഒട്ടും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഒരു അലൂമിനിയം ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ തന്നെ മൂടി വെച്ചിട്ടൊന്ന് അടയ്ക്കാം. ഇതിപ്പോൾ ഒരു സേഫിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഒരു ഇങ്ങനെ പൊതിയുന്ന കുറച്ചും കൂടെ നല്ലതാണ്. ഒട്ടും തന്നെ എയർ അതിൻ്റെ ഉള്ളിലോട്ട് കയറത്തില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു ഫ്രീസറിലേക്ക് ഞാനൊരു ഓവർനൈറ്റാണ് വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത്രയും സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും സെറ്റാകാൻ വേണം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റണേണ്. ഇപ്പോൾ അടുത്ത ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എന്തായാലും നോക്കാം. അതുപോലെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ സ്കൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വെളിയിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെടുത്ത് നോക്കാം. നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല
സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇപ്പോൾ ചൂട് സമയത്ത് ഇതുപോലെയൊക്കെ ഒരു ഐസ്ക്രീം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കസ്റ്റർഡ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം തന്നെയായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്